എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് എസ് സർലാംബിക. ഞാനിന്ന് ഈ വീഡിയോ കുറച്ച് വൈകിപ്പോയി. 25-ാം തീയതി നടന്ന വർക്ക്ഷോപ്പിൽ പങ്കെടുത്ത ആളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇടണമെന്ന് അതിയായ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഇപ്പോഴാണ് സമയം സാവകാശം കിട്ടിയത്. കാരണം ഞാൻ ട്രിവാൻഡ്രത്തു നിന്ന് വന്നത് ഒരു 2 ദിവസം കഴിഞ്ഞാണ് വരാൻ പറ്റിയത്. 1-2 അത്യാവശ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയണ്ടല്ലേ. അപ്പോൾ വാഗ്ദേവി കടാക്ഷം നിറഞ്ഞൊഴുകുന്ന ശ്രീ TPSGയുടെ ഗ്രാൻഡ്മ ചൈൽഡ് കെയർ ശിക്ഷാ ഗുരുകുലം കൺസെപ്റ്റിലുള്ള വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചത് വളരെ ഈശ്വരാധീനമായി എന്ന് ഞാൻ കരുതുകയാണ്. ഗുരുതുല്യനായ TPSGയെക്കുറിച്ച് എങ്ങനെ പറയണം, എവിടെ തുടങ്ങണം, എന്താ ഞാൻ പറയേണ്ടത് എന്ന് എനിക്കറിയില്ല. എങ്കിലും എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് ഉണർവുള്ള ബുദ്ധിയുടെ ക്രിയാത്മകമായ ചോദന പ്രവൃത്തി രൂപത്തിൽ പ്രകടമായി സമൂഹത്തിന് അനുഗ്രഹമായി നൽകുന്ന സ്വാർത്ഥരഹിതമായ അർപ്പണഭാവത്തോടു കൂടിയുള്ള ശ്രേയസ്കരമായ കർമ്മത്തിൽ നിരന്തരം ഇടപെടുന്ന കർമ്മയോഗി. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്ന ലളിതാ സഹസ്രനാമത്തിലെ വരികളെ സ്വാർത്ഥകമാക്കുന്ന പ്രകടരൂപം. അദ്ദേഹം തുടങ്ങിയ ക്ലാസ്സുകളിൽ ഇരുന്നപ്പോൾ രാവിലെ ഇരുന്ന നിമിഷം മുതൽ വൈകിട്ട് പിരിയുന്ന സമയം വരെ സമയം പോയത് അറിഞ്ഞതേയില്ല. ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള സെഷനുകൾ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് പോലെ അത് ഒരു ഗുരുവോ ജ്യേഷ്ഠ സഹോദരനോ അല്ലെങ്കിൽ നമ്മളുടെ കൂടെയുള്ള ഒരാൾ നമ്മളുമായിട്ട് നടക്കുന്ന ഒരു സത്സംഗമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ സമയത്തിൻ്റെ ക്ഷണികതയെക്കുറിച്ചും സമയം നമ്മൾ എങ്ങനെ വിനിയോഗിക്കണമെന്നും നമ്മൾ എത്ര കണ്ട് സമയം ഉറങ്ങി തീർക്കരുത് എന്നും ക്രിയാത്മകമായി ക്രിയേറ്റീവായിട്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ വിനിയോഗിക്കണമെന്നും അതിലൂടെ നമുക്ക് എങ്ങനെ ഉത്തരോത്തരം വളരാമെന്നും വിജയിക്കാമെന്നും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ വ്യക്തിത്വമായി തീരാമെന്നുമൊക്കെ അദ്ദേഹം അവിടെ പറഞ്ഞു തന്നു, ബിഹേവ് ചെയ്ത് കാണിച്ചു, അനുഭവങ്ങൾ തന്നു അല്ലേ. അപ്പോൾ നമ്മുടെ ശ്രീ മഹാഭാഗവതത്തിൽ പറയുന്നുണ്ട്, അനുനിമിഷംബത കളയരുതാരും, കരളിൽ വിവേകം കൂടാതെ കണ്ട് അരനിമിഷംബത കളയരുതാരും. അദ്ദേഹം പറഞ്ഞ സമയം എങ്ങനെ ചിലവഴിക്കണം, സമയത്തിൻ്റെ വില, നമ്മളതിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യണം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എത്ര സമയം നമുക്ക് കിട്ടും, എത്രയോ പാഴായിപ്പോയി, ഇന്നലകൾ മറഞ്ഞുപോയി, ഇനിയുള്ള സമയങ്ങൾ നമ്മൾ വളരെ ക്രിയാത്മകമായി വളരെ നിസ്വാർത്ഥമായി നമ്മുടെ ഗ്രാമത്തിനും നമ്മുടെ രാജ്യത്തിനും അല്ലെങ്കിൽ എല്ലാവർക്കും ഉപകാരപ്രദമായ രീതിയിൽ എങ്ങനെ വിനിയോഗിക്കാം. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരന് സുഖത്തിനായി വരണമെന്നാണല്ലോ കവിവാക്യം. അപ്പോൾ ആ കാര്യങ്ങൾ അദ്ദേഹം നമ്മളെ ചിന്തകളെ എങ്ങനെ നിയന്ത്രിക്കണം, സമയം എങ്ങനെ വിനിയോഗിക്കണം, എങ്ങനെ നമ്മൾ ഒരു കാര്യത്തെ ചിട്ടയോടുകൂടി നീക്കണം, എങ്ങനെ ഒരു വ്യക്തി നമ്മളുമായിട്ട് ബന്ധപ്പെട്ടാൽ അല്ലെങ്കിൽ നമ്മളുമായിട്ട് ഏതെങ്കിലും രീതിയിൽ ഒരു പരിചയമുള്ളവരെ നമ്മളെങ്ങനെ ബഹുമാനിക്കണം, അവരുടെ
വിലപ്പെട്ട സമയം ഒരു മെസ്സേജായിട്ടോ അല്ലെങ്കിൽ ഒരു ഏത് രീതിയിലുമായിട്ട് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മളത് നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളുകയും നമ്മളതിനെ തിരിച്ച് അവരെ നമ്മൾ പ്രതികരിക്കുകയും വേണം എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ നമ്മളുടെ മനസ്സിൽ നമ്മൾ എന്ത് ചിന്തിക്കുന്നു അത് അതുപോലെ ഭവിക്കും. അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹം കാട്ടിത്തന്നു. ചെറിയ ക്ലാസ്സുകളിലായാലും ഹയർ സെക്കൻഡറി ലെവലിലായാലുമൊക്കെ അദ്ദേഹത്തിന് പലതവണ പറ്റിയ പരാജയങ്ങളും അവിടെ അദ്ദേഹം പരാജയപ്പെട്ടെടുത്തൊക്കെ അദ്ദേഹം ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് തൻ്റെ ജീവിത പന്ഥാവ് ഒഴുകുന്ന നദി പോലെ അല്ലെങ്കിൽ വളരെ കർമ്മോത്സുകനായി മുൻപോട്ട് നീങ്ങുകയും എന്തെല്ലാം പ്രതിബന്ധങ്ങളുണ്ടായിരുന്നിട്ടും അദ്ദേഹം ഇന്ന് നമ്മുടെ മുൻപിൽ കാണുന്ന ഈ പ്രകടമായ മാതൃകയായിട്ട് വലിയ ഒരു വ്യക്തിത്വത്തിനുടമയായിട്ട് നിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് അദ്ദേഹം നമുക്ക് കാട്ടിത്തന്നു. നമുക്കത് അനുഭവവേദ്യമായി എന്ന് പറയാനാണ് എനിക്കിഷ്ടം. അതുപോലെ ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്ന ഒരു ഭാഗമുണ്ട്, ഒരു സിദ്ധാന്തമുണ്ട്. യത് ഭാവ തത് ഭവതി. അതിൻ്റെ ഉത്തമ ഉദാഹരണമായിട്ടാണ് എനിക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ തോന്നുന്നത്. അദ്ദേഹം എന്ത് വിചാരിച്ചോ ചിന്തിച്ചോ മുന്നേറാനുള്ള പരാജയങ്ങളെയൊക്കെ ചവിട്ടിത്തള്ളിയിട്ട് തൻ്റെ ജീവിത പന്ഥാവിൽ എവിടം വരെ എത്തണോ, എന്താഗ്രഹിച്ചോ അവിടെ എത്തിച്ചേർന്നു എന്ന് പറയുമ്പോൾ ഇതിൽ കൂടുതൽ നമുക്ക് എന്ത് മാതൃകയാണ് വേണ്ടുന്നത്? നമ്മളുടെ ഒരു മൂത്ത സഹോദരൻ നമ്മുടെ മുന്നിൽ പ്രകടമായി നമുക്കറിവുകൾ അനർഗളം യാതൊരു തടസ്സവുമില്ലാതെ വളരെ വൈഭവത്തോടുകൂടി ആ വാഗ്വിലാസ കടാക്ഷങ്ങൾ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. അപ്പം ഇത് പോരെ, നമുക്ക് ഈശ്വരൻ തന്ന ഈ അവസരം പോരെ നമ്മൾ ഉറഞ്ഞു കിടന്ന അല്ലെങ്കിൽ ഉറങ്ങിക്കിടന്ന അല്ലെങ്കിൽ മടി പിടിച്ച് തുരുമ്പിച്ച് കിടന്ന നമ്മൾ എന്ന ആ സ്വത്വത്തെ നമ്മൾ ഒന്ന് തേച്ച് മിനുക്കി അലക്കി തേച്ച് വിളക്കി എടുത്ത് കർമ്മബന്ധാവിലേക്ക് ഇറങ്ങാൻ ഇതിൽ കൂടുതൽ നമുക്ക് എന്താണ് വേണ്ടത് എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. അന്ന് മുതൽ ആ ക്ലാസ്സിലിരിക്കുമ്പോഴുമൊക്കെ ഓരോ കാര്യങ്ങളും ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. കാരണം സാറ് പറഞ്ഞ ആ അറിവുകൾ മാത്രമല്ല, അത് നമ്മളുടേതാക്കുകയും ആ അറിവിനെ പരിപോഷിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ കൺസെപ്റ്റുകളെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട്, എത്ര ഗ്രേറ്റായ കൺസെപ്റ്റാണ് അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹം കതിരെ കൊണ്ട് വളം വയ്ക്കാനല്ല ആഗ്രഹിക്കുന്നത്. അദ്ദേഹം പറയുന്നത് എന്താ, ഗ്രേഡ് 3 വരെയാണ്, ലെവൽ 3 to ഗ്രേഡ് 3 ആണ് പറയുന്നത് അല്ലേ. അപ്പം 3 വയസ്സുള്ള കുഞ്ഞു മുതൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞു വരെ നമുക്ക് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ആ ഒരു കാര്യങ്ങൾ നമ്മുടെ അകക്കണ്ണ് ഒരുപാട് തുറപ്പിച്ചു. എപ്പോഴും നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ ചിന്തിച്ച് അയ്യോ എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ, അയ്യോ ഞാൻ അങ്ങനെയാണല്ലോ, അയ്യോ അവരങ്ങനെയാണല്ലോ, ഇങ്ങനെയാണല്ലോ എന്നൊക്കെ മനസ്സിൽ ആവശ്യമില്ലാതെ ചിന്തിച്ച് കൂട്ടി ഒന്നും ചെയ്യാതിരിക്കുന്ന, നിഷ്ക്രിയമായിരിക്കുന്ന, നിഷ്പ്രഭമായിരിക്കുന്ന ആളുകളെയാണ് നമുക്ക് നമ്മുടെ ചുറ്റും കാണാൻ കഴിയുന്നത്. അപ്പം നമുക്കിത് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഒരു മാതൃക, പ്രകടമായ ഒരു രൂപം, അത് ഞാൻ മുൻപ് ഒരുപാട് വീഡിയോസ് കാണുമായിരുന്നു സാറിൻ്റെ. അപ്പോഴൊക്കെ വല്ലാതെ ഹൃദയത്തിൽ അദ്ദേഹത്തെ മനസ്സുകൊണ്ട് ഒരു ഗുരുവെന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ ഞാൻ വച്ചു കഴിഞ്ഞ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്. അതുപോലെ അതിനു മുൻപ് എനിക്ക് അതുപോലെ ഓർക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ സത്സംഗങ്ങൾ ഞാൻ ഇതുപോലെ ലൈവ് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വീഡിയോസ് ഞാൻ കാണുമായിരുന്നു. ഇപ്പോൾ TPSCയുടെ വീഡിയോസ് കാണാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി. ഞാൻ കുറേയൊക്കെ ഇങ്ങനെ കുറിച്ചെടുക്കും. എൻ്റെ ടീച്ചിങ് ലെവലിൽ ഞാൻ ടീച്ചറായിരിക്കുന്ന പല സന്ദർഭങ്ങളിലും ഞാനൊരു ട്രെയിനറും കൂടെ ആയിരുന്നു അധ്യാപകരുടെ. അപ്പോൾ സാറിൻ്റെ പല സംസ്കൃത ഗീത ശ്ലോകങ്ങൾ സാർ അതിനെക്കുറിച്ച് വളരെ കൃത്യമായി
എക്സ്പ്ലെയിൻ ചെയ്തു തരുന്ന അതൊക്കെ വളരെ ഉദാഹരണമായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഭഗവത്ഗീതയെക്കുറിച്ച് വായിച്ച് മനസ്സിലാക്കാൻ പ്രയാസമുള്ള വ്യക്തിത്വങ്ങൾക്ക്, എന്നെ പോലെയുള്ള ആളുകൾക്ക് സാറിൻ്റെ ആ ഗീത എക്സ്പ്ലനേഷൻ യൂട്യൂബിൽ കിടക്കുന്നതെല്ലാം ഒന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്കൊരുപാട് എത്രയോ തവണ പുസ്തകം വായിക്കുന്ന അറിവ് നമുക്ക് ഒരുമിച്ച് കിട്ടും. പിന്നെ നമ്മളുടെ ഓർമ്മക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ചില ബുദ്ധിമുട്ടുകൾ കൊണ്ടോ പ്രാരാബ്ദങ്ങളൊക്കെ കൊണ്ടോ നമുക്ക് അത്രയും അങ്ങോട്ട് ആക്റ്റീവ് ആകാൻ കഴിയുന്നില്ല. എങ്കിൽ തന്നെയും അതായത് സത്യം പറഞ്ഞാൽ ഞാൻ സാറിൻ്റെ സ്പീച്ചസ് കേൾക്കാത്ത ദിവസങ്ങൾ കുറവാണ്. അപ്പം ഞാൻ എൻ്റെ മകളെയും മകനെയും ഒക്കെ പരിചയപ്പെടുത്തി കൊടുക്കും. അതുപോലെ സാറിൻ്റെ പുസ്തകങ്ങൾ നെറ്റിൽ നിന്ന് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ മലയാളം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം വലിയ സ്റ്റാൻഡേർഡൊന്നും ഇംഗ്ലീഷിനില്ല. എൻ്റെ സബ്ജക്റ്റ് ഹിന്ദിയാണ്. ഞാൻ കൊമേഴ്സ് പഠിച്ചിട്ട് ഹിന്ദിയിലേക്ക് മാറിയതാണ്. ഒരു അധ്യാപികയാകണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ലാംഗ്വേജിലേക്ക് ഞാൻ മാറിയതാണ്. കൊമേഴ്സ് പഠിച്ചാൽ തീർച്ചയായിട്ടും എനിക്കറിയാം ഒരിടത്ത് കുത്തിയിരുന്ന് ഏതെങ്കിലും ഒരു ഓഫീസിലോ ബാങ്കിലോ ഒക്കെ ജോലിയെ സാധിക്കുകയുള്ളൂ. ഇതാകുമ്പോൾ എനിക്ക് ഇറങ്ങിച്ചെല്ലാം ആളുകളിലേക്ക്, അത് കുഞ്ഞുങ്ങളിലേക്കും മനുഷ്യരിലേക്കൊക്കെ ലൈവായിട്ട് പ്രവർത്തിക്കാൻ പറ്റുമല്ലോ എന്നുള്ള ഒരാഗ്രഹം കൊണ്ടൊക്കെ ഇങ്ങനെ റൂട്ട് മാറ്റി വന്നതാണ്. അപ്പം ഞാൻ എന്നെക്കുറിച്ച് പറയുകയല്ല, എനിക്കൊരുപാട് കാര്യങ്ങൾ ഇപ്പം ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോഴല്ല, ഞാൻ കോട്ടയത്ത് നിന്ന് ഞാൻ ആദ്യമൊന്ന് മടിച്ചു. കോട്ടയത്ത് വർക്ക്ഷോപ്പ് ഉണ്ടാകുമോ എന്നുള്ള ഒരു മെസ്സേജ് ഞാൻ അയച്ചിരിക്കുന്നു. അപ്പോൾ കോട്ടയം ഈസ് നോട്ട് ഫാർ ഫ്രം ട്രിവാൻഡ്രം എന്നൊരു മറുപടി എനിക്ക് കിട്ടിയപ്പോൾ അത് വല്ലാതെ എന്നെ ഒന്ന് ക്ലിക്ക് ചെയ്തു. ശരി, ഞാൻ വണ്ടി ഓടിക്കുന്ന ആളാണ്. പിന്നെ ഞാൻ തീരുമാനിച്ചു, തലേ ദിവസം തന്നെ തീരുമാനിച്ചു നാളെ രാവിലെ തന്നെ ഇറങ്ങുക. സ്വല്പം ലേറ്റായിപ്പോയി, കാരണം അവിടെ വെഞ്ഞാറമ്മൂടിൽ നിന്നുള്ള ട്രാഫിക് ബ്ലോക്ക് കാരണമാണ്. അതും എനിക്കങ്ങ് ഭയങ്കര, ഞാൻ വല്ലാതെയാണ് അങ്ങോട്ട് ക്ലാസ്സിൽ വന്ന് കയറുന്നത്. കാരണം ആസ് എ ടീച്ചർ പഞ്ച്വാലിറ്റി ഈസ് എ വെർച്യു എന്നുള്ളത് 100% എനിക്കറിയാം. എങ്കിൽ തന്നെയും അവിടെ എത്തിച്ചേരാൻ പറ്റിയ ആ ഒരു ദിവസം, ആ ഒരു സമയം ജീവിതത്തിൽ വളരെ അർത്ഥപൂർണമായി, വളരെ പ്രോഫിറ്റബിളായി, വളരെ മാതൃകാപരമായി, എന്താണ് അതിന് പറയേണ്ട വാക്കൊന്നും എനിക്കിപ്പം വരുന്നില്ല. എല്ലാ പോയിൻറ്റുകളും കുറിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വീഡിയോസ് എല്ലാം കണ്ടിരുന്നു, എല്ലാം ഒക്കെ കുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും അവിടെ വന്ന എല്ലാവരെയും, ഏറെ പേരെ, ഒരു 10-50ഓളം പേരെ പരിചയപ്പെടാൻ പറ്റി. ഒരു കുടുംബത്തെ പോലെ നമ്മളെല്ലാവരും അവിടെ നിന്നു. സമയം പോയതറിഞ്ഞില്ല. ഞാനിങ്ങനെ പറഞ്ഞ് അങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ട് ഇതിൽ പങ്കെടുക്കാൻ പറ്റി, എല്ലാവരെയും പരിചയപ്പെടാൻ കഴിഞ്ഞു. ഈ ഏറ്റവും വലിയ കൺസെപ്റ്റായ ഈ കതിരെ കൊണ്ട് വളം വെക്കാത്ത ഈ പ്രവൃത്തി ഉത്തരോത്തരം ഇത് വളർത്താൻ അതിലൊരു ചെറുവിരൽ അനക്കി അതിൽ കർമ്മോത്സുകയാകാൻ എനിക്ക് കഴിയുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം TPSGയുടെ ഈ പ്രസ്ഥാനം നമ്മളിലൂടെ, എല്ലാവരിലൂടെ പടർന്ന് പന്തലിച്ച് നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ നല്ല പ്രകടമായ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ നമുക്ക് കഴിയട്ടെ. അതിന് സാറിൻ്റെ സർവാത്മന ഉള്ള ഈ 24 മണിക്കൂറും കർമ്മോത്സുകനായിരിക്കുന്ന സാറിൻ്റെ ഈ ലക്ഷ്യം, ഈ കൺസെപ്റ്റ് ഉത്തരോത്തരം വിജയിക്കട്ടെ. അതിനൊരു കണ്ണിയാവാൻ കഴിയുന്നെങ്കിൽ ഞാനും കൃതാർത്ഥയാണ്. എനിക്കത് തുടങ്ങി വെക്കണമെന്നുണ്ട്. അതിന് ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് എനിക്കും ജഗദീശ്വരൻ എന്നെയും അനുഗ്രഹിക്കട്ടെ. അവിടെ പങ്കെടുത്ത എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നാണല്ലോ. അപ്പോൾ അതിനു വേണ്ടി നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. നന്ദി, നമസ്കാരം. സാറിനും സാറിൻ്റെ കുടുംബത്തിനും എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു.